കുട്ടന്നൂരിൽ പാലത്തിനടിയിൽ കഴിയുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റേതാണ് നടപടി. കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തെ പിടികൂടിയ സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നടപടി. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, കുറുവ സംഘം സംസ്ഥാനത്താകെ ഭീതി പരത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നടപടി, കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കുണ്ടന്നൂർ പാലത്ത് പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ മരട് നഗരസഭ അധികൃതർ ഈ ഒരു കുണ്ടന്നൂർ പാലത്തിൽ കഴിയുന്ന തൊഴിലാളികൾ, അത് പരമ്പരാഗതമായി അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി ഇവിടെ കുട്ടവഞ്ചി തൊഴിലാളികളാണ്, മത്സ്യബന്ധന തൊഴിലാളികളാണ്. അവരെയാണ് ഇപ്പോൾ ഈ നഗരസഭ ഈ ഒരു കുണ്ടന്നൂർ പാലത്തിന് അടിയിൽ നിന്ന് മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് നഗരസഭ അധികൃതർ ഇവിടെ എത്തി ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഈ മരട് നഗരസഭ അധികൃതരുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്, ഇത് ഇവിടെ നിന്നാണ് കുറുവ സംഘാംഗമായിട്ടുള്ള സന്തോഷ് സെൽവത്തെയും പിന്നെ മണികണ്ഠനെയും ബന്ധുവായിട്ടുള്ള മണികണ്ഠനെയും പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുന്നത്. അതിൽ ഈ സന്തോഷ് സെൽവം കഴിഞ്ഞ 1.5 മാസക്കാലമായി ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂടെ, ഈ കുട്ടവഞ്ചിക്കാരുടെ കൂടെ താമസിച്ചു വരികയായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇവർക്ക് ആ സന്തോഷ് സെൽവത്തെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുമായി ബന്ധമുള്ള ആളുകളല്ല ഇവരെന്നുള്ളതാണ് ഇവർ ഇവിടെ നിന്ന് ഒരു പ്രതികരണമായി വരുന്നത്. പക്ഷേ ഇവിടെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അത് ഈ ഇവിടുന്ന് ഗതാഗത മത്സ്യത്തൊഴിലാളികളടക്കം ഇത്തരത്തിൽ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നേ തന്നെ നഗരസഭയുടെ മുന്നിൽ വെച്ചതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സന്തോഷ് സെൽവത്തെ പിടികൂടിയതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന പകുതിയോളം ആൾക്കാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷെൽട്ടറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഇവർ താമസിച്ചിരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള വയസ്സായിട്ടുള്ള വയോധികരടക്കമുള്ള ആളുകൾ ഇവിടെ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി മൈസൂരിൽ നിന്നടക്കമുള്ള കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അവരെ ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് മരട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഇവിടെ നിന്ന് നമ്മൾ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികളോട് പ്രതികരണങ്ങൾ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മരട് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിയേണ്ടി വരുമെന്നുള്ളൊരു അറിയിപ്പ് ഇവർക്ക് ാണ്. എന്തായാലും ഇത് അല്പസമയത്തിനകം തന്നെ ഈ ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകും. അതായത് ഇവരുടെ നഗരസഭയുടെ ആവശ്യം എന്ന് പറയുന്നത്, നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്, ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ നിന്ന് ഇവർ വർഷങ്ങളായി താമസിച്ചു വരുന്ന ഈ പാലത്തിന്റെ അടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നതും ഈ കുറുവ സംഘാംഗമായിട്ടുള്ള സന്തോഷ് സെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടി എന്നുള്ളതാണ്. സന്തോഷ് സെൽവത്തെയും ബന്ധുവായിട്ടുള്ള മണികണ്ഠനെയുമാണ് കഴിഞ്ഞ ദിവസം അതിസാഹസികമായി ഈ ആലപ്പുഴയിലെ അടക്കം കവർച്ചാ കേസുകളിലെ പ്രതിയായിട്ടുള്ള സന്തോഷ് സെൽവത്തെ ഇവിടെ നിന്ന് പോലീസ് പിടികൂടുന്നത്. ഇവിടെ ഒരു ടാർപോളിൻ ഷീറ്റിനുള്ളിൽ കഴിയുന്ന രീതിയിലായിരുന്നു സന്തോഷ് സെൽവത്തെ പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. അതിന്റെ ദൃശ്യം കണ്ടതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ നഗരസഭ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്. അതായത് ഒരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. അതിൽ അല്പസമയത്തിനകം തന്നെ ഇവിടെയുള്ള ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് 20ഓളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ അവർ ഉപജീവനം തേടുന്നു. വല നെയ്യുന്ന തൊഴിലാളികളുണ്ട്, കുട്ടവഞ്ചികളുമായി മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുണ്ട്. അങ്ങനെ ഇവിടെ താമസിക്കുന്നവരാണ് ദീർഘകാലമായി, അവരെ ഒഴിപ്പിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഇവിടത്തുകാരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇവർ ഒരു മുന്നോട്ടുള്ള വഴി അല്ലെങ്കിൽ എവിടേക്ക് ഇവർ മാറും? ഇവിടെ നിന്ന് നഗരസഭ ഒഴിപ്പിക്കുമ്പോൾ നഗരസഭ അവർക്ക് താൽക്കാലികമായെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു താമസ സ്ഥലം ഒരുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു അറിയിപ്പോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നഗരസഭ അധികൃതർ, അധ്യക്ഷനടക്കമുള്ള അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നിർദ്ദേശങ്ങളൊന്നും കൊടുക്കുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താണ് ഇവരുടെ ഭാഗത്തുള്ള നടപടി എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ഈ ഒരു കുണ്ടന്നൂർ പാലത്തിന് അടിയിലായിട്ടാണ് ഇവർ കാലാകാലങ്ങളായി താമസിക്കുന്നത്. അതായത് ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന
പറയുന്നത് 5 വർഷക്കാലങ്ങളായി ഇവർ ഇവിടെ കുട്ടവഞ്ചി തൊഴിലാളികളായി അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് വല നെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കുറുവാ സംഘാംഗം ഇവിടെ എത്തിക്കുന്നതിന്റെ പേരിൽ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നു അത്. അതായത് ഇവർ ഇവിടെ മൈസൂരുള്ള മലയാളികളെല്ലാം മൈസൂരിലുള്ളവരാണ്. അവർ ഇത്തരത്തിൽ വലനെയ്യൽ തൊഴിലുമായി അടക്കം പോകേണ്ടി വരുന്നു. അവർ ആണ് ഇവിടെ നിന്ന് ഭാഗികമായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് ഇവർക്ക് മാറേണ്ടി വരുമെന്നുള്ളതാണ് നഗരസഭ അധികൃതർ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അതിൽ നേരത്തെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നഗരസഭ അധികൃതർ അതുമായി ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മേഘ്ന, അധികൃതരുടെ ഭാഗത്തു നിന്നും എന്താണ് ഇവർ പറയുന്നത്? കാരണം വർഷങ്ങളായി താമസിച്ചു വരുന്ന ആളുകളാണ്. ഇവരെ പെട്ടെന്നൊരു ദിവസം വന്ന് മറ്റ് നടപടികളോ മറ്റ് നിർദ്ദേശങ്ങളോ ലഭിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവർ എവിടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ട്. ഇവരുടെയും പ്രതികരണം എന്താണ്? ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണോ? നമ്മൾ ഇവിടെയുള്ളവരുമായി സംസാരിച്ചതാണ്. അത് മുന്നേ തന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പൂവ് എത്ര സാധനം ഇപ്പൊ എവിടെ കൊണ്ടുപോകുന്ന നല്ലതായി വാങ്ങിയിട്ട് മാറ്റിക്കൊടുത്തുണ്ട് തന്നെ. ഉടന്ത ഇവർ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് ഇവര് ഇവിടെ തന്നെ ഉണ്ടായതല്ലേ. തീർച്ചയായും മേഘ്ന, കുഞ്ഞുങ്ങളും വയോധികരും പ്രായമായവരടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവർ എവിടേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഇവരോട് മാറാൻ കുഞ്ഞുങ്ങളും പ്രായമായവരും അടക്കം നിരവധി ആളുകളാണ്, വയോധികരടക്കം നിരവധി ആളുകളാണ് ഇവിടെ ഈ പാലത്തിനടിയിൽ താമസിക്കുന്നത്. വർഷങ്ങളായി 5 വർഷത്തിനടക്കം അധികം ഇവിടെ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇവർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ, മാറി താമസിക്കാൻ തയ്യാറാണോ? പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ദിവസം എത്തി മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ എവിടേക്ക് പോകും? അതായത് മുതിർന്നവരും കുട്ടികളും അടക്കമുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ എവിടേക്ക് പോകും എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്താണ് പ്രതികരണം? അതേപോലെ ഇവിടെ താമസിക്കുന്ന ആളുകളും എന്താണ് ഇവർ പ്രതികരിക്കുന്നത്? ഒരു 2-3 ദിവസം ടൈം കൊടുത്തത് നമ്മളെ ഒരു 2-3 ദിവസം ടൈം കൊടുത്താൽ നമ്മളെ റൂം നോക്കിട്ട് പോവാ, വീട് നോക്കിട്ട് പോവാ. ഇവിടെ ഇത്ര സാധനം അതെല്ലാം എടുത്തിട്ട് എവിടെ പോകുന്ന ഇപ്പൊ 2-3 ദിവസം ടൈം കൊടുത്താൽ മതി, നമ്മളെ പോവാ. 3-4 ദിവസം ടൈം കൊടുത്താൽ നമ്മൾ മതി. നമ്മൾക്ക് എവിടെ പോകുന്ന നമ്മളെ ഒന്നും ആക്കൂല. നമ്മളെ വെള്ളത്തിൽ പണിയെടുത്തിട്ട് നമ്മളെ ജീവിച്ചിട്ടാ നമ്മളെ എന്താക്കിട്ടില്ല. ഇതിന്റെ പണി നമ്മൾ പണി നമുക്ക് അറിയില്ല. വേറൊരു കാര്യം ഇവിടുന്ന് മാറണം, മറ്റുള്ളവർ മുന്നിൽ ക്യാമ്പ് ചെയ്യും.
അങ്ങനെ അവസ്ഥ. മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു ദിവസം സമയമുണ്ട് അവിടെ നിങ്ങളെ അവിടെ നോക്കിയിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ വരാറുണ്ട് 3 ദിവസം റൂം കിട്ടുന്ന വരാം മാറിക്കും ഒന്ന് മാറിക്കും അത്രേ ഉള്ളൂ കുറച്ച് സാവകാശം കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റേതാണ് നടപടി. കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തെ പിടികൂടിയ സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നടപടിയുണ്ടായത്. വാർത്തയുടെ വിവരങ്ങൾ മെഗ്ന മുരളിയാണ് നൽകുന്നത്. മെഗ്ന, കുഞ്ഞുങ്ങളും പ്രായമായവരടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടെ താമസിച്ചു വരുന്നത്. വർഷങ്ങളായി 5 വർഷത്തിലധികം വർഷം മുൻപേ ഇവിടെ താമസക്കാരായിട്ടുള്ള ആളുകളാണ് കൂടി ഇവരെ ഒഴിപ്പിക്കൽ നടപടി ഇപ്പോൾ നേരിടുന്നത്. നഗരസഭ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇവർ എവിടേക്ക് പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്താണ് അധികൃതരുടെയും അതേപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെയും പ്രതികരണം? 3 ചേട്ടാ 4-5 കൊല്ലത്തിന്റെ ഇവിടെ ഉണ്ട്. നമ്മളെ അങ്ങനെ തട്ടുണ്ട് വെള്ളത്തിൽ പണിയെടുത്ത് നമ്മളെ ജീവിക്കുന്നത്. ആധാർ കാർഡ് ഉണ്ട്. ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇവർ 5 വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ സാധന സാമഗ്രികൾ അടക്കമുള്ള അവർ ഒരു വീട് പോലെ ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടെ തന്നെയാണ് ഇവർ അന്തിയുറങ്ങാറ്, ഇവിടെ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യാറ്, അങ്ങനെ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഏത് രീതിയിലാണ് ഇവർക്ക് മറ്റൊരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത് നഗരസഭയുടെ ആലോചനയിലുണ്ട്. നഗരസഭ അത്തരത്തിൽ ഒരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ എത്തരത്തിലാണ് ഈ ഒരു നീക്കത്തോട് അല്ലെങ്കിൽ നഗരസഭ അധികൃതരുടെ നീക്കത്തോട് ഇവർ പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് മാറാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ആ നിലപാട് തന്നെയാണ് ഇവിടുത്തെ കുട്ടവഞ്ചിക്കാരും മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെ നടത്തുന്നത്. അത് എത്രത്തോളം നഗരസഭ അധികൃതർ അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഈ തത്സമയം ദൃശ്യങ്ങൾ കാണുകയാണ്. അതിൽ അവർ ഈ ഒരു സമയത്ത് അവർക്ക് മാറാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ തന്നെ കാണാം. തീർച്ചയായും മേഘന, നിരവധി സാധനങ്ങളടക്കം അവരുടെ പക്കലുണ്ട്. ഇതെല്ലാം വെച്ച് അത് കൂടാതെ തന്നെ പ്രായമായവരും കുട്ടികളും അടക്കമുണ്ട്. ഇത്തരം സാധനങ്ങളും എല്ലാം വെച്ച് ഇവർ എവിടേക്ക് പോകും? പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ലാതെയാണ് നഗരസഭ അധികൃതർ എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം മാറാൻ പറയുമ്പോൾ എങ്ങനെ എവിടേക്ക് മാറും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഇവരുള്ളത്. അവിടെ താമസിക്കുന്ന അവിടെ നമ്മൾ 25-ാം തീയതി 21-ാം തീയതി 5 മണിക്ക് മുമ്പ് പോയിക്കോളൂ. പോയില്ല, ഞങ്ങൾ മൊത്തം എടുത്തോണ്ട് പോകുന്നു കേട്ടോ. പറയുന്നത് ഈ കുറുവ സംഘാംഗമാണെന്ന് ഇവർക്ക് അറിയാനുള്ള അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. അത്തരത്തിൽ ഒരു നുഴഞ്ഞു കയറിയാണ് കുറുവ സംഘാംഗം ഈ ഒരു സ്ഥലത്ത് ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസമാക്കിയത് എന്നുള്ളതാണ് ഇവർ നൽകുന്ന പ്രധാനപ്പെട്ട വിശദീകരണം. ഈ സന്തോഷ് സെൽവത്തിന്റെ ഭാര്യ അടക്കമുള്ളവരെ ഇവരെ പിന്നീട് കണ്ടെത്തുകയും ഭാര്യ അടക്കം ഇവിടുന്ന് പോലീസ് പിടിക്കുകയും പറയുന്നത്. പിന്നീട് പോലീസ് വിട്ടയച്ച മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാളും ഇവിടെ താമസമുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അവരെ പരിചയമുണ്ടായിരുന്നില്ല. അത്തരത്തിൽ കുറുവ സംഘാംഗമാണ് അല്ലെങ്കിൽ മോഷണ സംഘാംഗമാണ് എന്നുള്ളൊരു അറിവ് ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് പറയുന്നത്. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർ എങ്ങോട്ട് പോകും? അതായത് ഈ ഒരു താമസ സ്ഥലമില്ലാതെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവർ എങ്ങോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ചോദ്യം. പക്ഷേ അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉത്തരമുണ്ട്. നഗരസഭ മറ്റൊരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക? കൂടുതൽ നമ്മൾ ഈ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോഴടക്കം അവർ കൂടുതൽ വൈകാരികമാകുന്ന ഒരു കാഴ്ച, അതായത് അവർക്ക് അവരുടെ താമസ സ്ഥലം വിട്ട് ഭൂമി വിട്ട് പോവുക എന്ന് പറയുന്നത് അത് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അവർ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അത്തരത്തിലാണ് ഇവിടുത്തെ നടപടിക്രമം. നമ്മൾ ഈ നേരത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടു. ഈ ഒരു സ്ഥലം നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളടക്കം കുട്ടികളടക്കമുള്ളവരുണ്ട്. ആ കുട്ടികളടക്കമുള്ള വയോധികരായിട്ടുള്ള ആളുകൾ എങ്ങനെ ഇവിടെ നിന്ന് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇവരുടെ പ്രതികരണം, അതായത് നഗരസഭാ അധികൃതരുടെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കും. അവിടെ
പാലത്തിന്റെ അടിയിൽ ഇട്ടിട്ട് നമുക്ക് ഈ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഉടൻ തന്നെ ഈ നഗരസഭാ അധികൃതരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ നഗരസഭാ അധികൃതർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാവുകയാണ്. മരട് നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് ഉടൻ ലഭ്യമാകും. അവർ എന്താണ് ഇതിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അതായത് ഇതിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഒരു നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഇവർ വ്യക്തത വരുത്തുമെന്ന് കരുതുന്നു. ഈ പ്രശ്നം, ഈ പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ നഗരസഭ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഒഴിപ്പിക്കൽ നടന്നത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പൊ ഇവര് നമ്മൾ ഇന്ന് തന്നെ ഒഴിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷെ പ്രായമായ ആളുകളും ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ തൊട്ടടുത്ത ദിവസം, അവർ 3 ദിവസമാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ 2 ദിവസം, മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് അവരിവിടുന്ന് ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവരുടെ ഒഴിപ്പിക്കുകയാണെങ്കിൽ നഗരസഭയുടെ തന്നെ ഹാൾ ഇവരെ കൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പാർപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ ഇവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഇതെല്ലാം മാറ്റി ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം കൊടുത്തിട്ടുള്ളത്. മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക്, അതിനു മുമ്പ് അവർ ഒഴിഞ്ഞോളാം എന്ന് നമുക്കിപ്പോൾ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ പറയുന്ന മറ്റന്നാൾ വൈകിട്ട് വന്നത് പൂർണ്ണമായി നഗരസഭ തന്നെ നേതൃത്വത്തിൽ ഇതെല്ലാം നീക്കം ചെയ്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇതുപോലുള്ള ആളുകൾ താമസിക്കാതിരിക്കുന്നതിന് വേണ്ടി നഗരസഭയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മരട് പോലീസിന്റെയും സഹായത്തോടുകൂടി ഞങ്ങൾ ഇത് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഇതുപോലെ വാട്ടർ ടാങ്കിന്റെ പ്രദേശത്ത് ഇതുപോലെ തന്നെ കയ്യേറ്റക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെ കഴിഞ്ഞ ദിവസം നമ്മൾ പൂർണ്ണമായി ഒഴിപ്പിച്ചതാണ്. അത് ഈ വിഷയം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ് ഒഴിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് പറയുന്നത് നമ്മൾ പോലും കേട്ടിട്ട് പേടിക്കുന്ന രീതിയിലാണ്. കാരണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇവരെ ഇങ്ങനെ ആളുകൾ താമസിച്ചു എന്നൊരു കാരണത്താൽ വലിയ ഭീതിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നഗരസഭയ്ക്ക് പരാതി തന്നിട്ടുണ്ട്, അസോസിയേഷന്റെ ആൾക്കാർ നമുക്ക് പരാതി തന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവായ ജനങ്ങളുടെ ആവശ്യമാണ് ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് നഗരസഭ ഇന്ന് തന്നെ ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തീരുമാനിച്ചത്. ഇപ്പോൾ ആ നടപടിയാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം, നാളെ ഒരു ദിവസം കൊടുത്ത് മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് മുമ്പ് അവർ മാറിക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിത് മാറ്റുന്നത്. വൃന്ദ, നഗരസഭാ അധികൃതർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിൽ പ്രധാനമായും ഇവർ നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ദിവസം ഇവർക്ക് സമയം കൊടുക്കുന്നു. അതായത് ഇവർ കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ട്, പ്രായമായവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇവർക്ക് സമയം നൽകുന്നു. ഇവിടെ നിന്ന് എന്തായാലും ഈ ഒരു കുണ്ടന്നൂർ പാലത്തിനടിയിൽ ഉള്ള ഒരു താമസം അത് ഇവിടെ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് ഇവിടുത്തെ നഗരസഭയുടെ ഭാഗത്തുള്ള വിശദീകരണം. അതിൽ അവർ സമയം കൊടുക്കുന്നു. അതായത് ഇവിടുത്തുകാർ ചോദിച്ചിരുന്നത് ഒരു 2 ദിവസത്തെ സമയം കൊടുക്കണം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്നുള്ളതാണ് ഇവിടുത്തുകാർ നഗരസഭയോട് ആവശ്യപ്പെട്ടത്. അതിൽ ഒരു ദിവസം സമയം നഗരസഭ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും അവർ വൈകാരികമായി തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് മുന്നേ ഉണ്ടായതല്ല. ഇവർ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് പ്രധാനമായി ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകാരികമാകുന്നു ഇവിടുത്തുകാരുടെ പ്രതികരണം. അതിൽ പക്ഷേ നഗരസഭയുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നഗരസഭയുടെ ഒരു ഹാൾ ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത്തരം നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവരുടെ ഒരു വൈകാരിക ബന്ധം കൂടി ഇവർക്ക് ഈ ഒരു സ്ഥലത്തോടുണ്ട്, ഈ ഒരു ഭൂമിയോടുണ്ട്. ഇവർ കാലങ്ങളായി 5 വർഷത്തിലധികമായി ഇത്തരത്തിൽ ഇവിടെ താമസിക്കുന്നവരാണ്, മത്സ്യബന്ധന തൊഴിലാളികളാണ്, കുട്ടവഞ്ചിയുമായി മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് അതിനുള്ള ഒരു
ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ട്. അതിൽ ഇവർ പറയുന്നത്, ഇവർ നഗരസഭ അധികൃതരോടക്കം അടക്കം വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ സന്തോഷ് സെൽവം എന്ന് പറയുന്ന കുറുവാ സംഘാംഗം ഇവിടെ എത്തിയത് അവർക്ക് അറിയില്ലായിരുന്നു. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഒരു താമസ സൗകര്യം അല്ലെങ്കിൽ അത് ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നു. പക്ഷേ അവർ വൈകാരികമായി തന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രതികരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നു. അതായത് ഈ ഇതുമായി വല നെയ്യുന്ന ആളുകൾ, കുട്ടവഞ്ചിയുമായി വല നെയ്യുന്ന ഈ കുണ്ടന്നൂർ പാലത്തിന് നേരെ അടിയിൽ, അതായത് കഴിഞ്ഞ ദിവസം സന്തോഷ് സെൽവത്തെ ഇവിടെ നിന്നായിരുന്നു പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് അവർ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് കുറുവാ സംഘാംഗത്തെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതുതന്നെയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു ഇത്തരത്തിലുള്ള നടപടിയുമായി എന്തായാലും നഗരസഭ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകണമെന്ന് തന്നെയാണ് നഗരസഭയുടെ ഭാഗത്തുള്ളത്. പക്ഷേ അവർ സമയം കൊടുക്കുന്നു. കാരണം ഇവിടെ കുട്ടികളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. പക്ഷേ അതിന് സമയം കൊടുക്കുന്നു. ഒരു ദിവസം മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഇവിടുത്തെ ടെന്റുകളടക്കം പൊളിച്ചുകൊണ്ട്, ഈ ടാർപോളിൻ ഷീറ്റുകളടക്കം പൊളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളത് തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഇവർ എങ്ങനെയാണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ഒരു മുന്നോട്ടുള്ള നീക്കം എന്താണ്, ഇവർ എവിടേക്ക് പോകുമെന്നുള്ള ചോദ്യം ഇവർ ഉന്നയിക്കുന്നു. ആ ചോദ്യത്തിൽ അവർ നഗരസഭയുടെ താൽക്കാലിക പരിഹാരമുണ്ട്. അതായത് നഗരസഭയുടെ ഒരു ഹാൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് നഗരസഭ അധ്യക്ഷനടക്കമുള്ളവർ ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു നടപടി ഇവർ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം, ഇവിടെ നിന്ന് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അവർ കൂടുതൽ വൈകാരികമായി, ഇവിടെയുള്ള തൊഴിലാളികൾ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശരി, മേഘനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കുട്ടന്നൂർ പാലത്തിനടിയിൽ കഴിയുന്ന ഒരാളുടെ പ്രതികരണത്തിലേക്കാണ് തത്സമയം. പോവാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് സാറുമാർ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ റൂം കിട്ടിയാലേ പോവാ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് പോവാൻ തയ്യാറാണോ? തയ്യാറില്ല. റൂം കിട്ടിയാലും പോവും, ഇല്ലെങ്കിൽ നോക്കട്ടെ വണ്ടി ആയിട്ട് എവിടെ പോവാ. വേറെ റൂം കിട്ടിയാൽ പോകുന്നുള്ളത്. ഇവിടെ മുന്നേ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെയോ? അവരൊക്കെ പോലീസ് പിടിച്ച് കൊണ്ടുപോയല്ലേ. അത് അന്ന് സംഭവം നടന്നില്ല, അന്ന് തന്നെ പോയത് അവർ. പിന്നെ കിട്ടിയിട്ടില്ല. അവർ പിന്നെ അവരുടെ ഭാര്യകളുണ്ടായിന്, അവർ സ്റ്റേഷനടുത്ത് പോയി. സ്റ്റേഷനിൽ പോവാ, നമ്മളെ ഭർത്താവ് അവിടെ ഉണ്ടാന്ന് പോയി. അവർ നമ്മളെ നാട്ടുകാരല്ലല്ലോ. അവർ നാട് പേരെ, നമ്മളെ നാട് പേരെ. അവർ പണി പേരെ, നമ്മളെ ജോലി പേരെ. അങ്ങനെ അവർ എവിടെ പോയിട്ട് നമ്മളെ മീൻ പിടിക്കുന്ന ജോലി നമുക്ക്. അവർ നമ്മളെ നാട്ടുകാരല്ല, വേറെ നാട്ടിൽ എവിടെ നിന്ന് വന്നതാ, നമുക്ക് അറിയില്ല സ്ഥിരമായിട്ട്. കുണ്ടന്നൂർ പാലത്തിനടിയിൽ കഴിയുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. മറ്റന്നാൾ 5 മണി വരെ ഇവർക്ക് സമയം നൽകിയിട്ടുണ്ട്. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റേതാണ് നടപടി. കുറുവാ സംഘം